നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ഇപ്പൊ പാലക്കാട് തങ്ങയാണ്. പാലക്കാട് ജനങ്ങൾക്കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നത്, കേസ് എടുത്തതിന്റെ ഭാഗമായിട്ട്. എന്തുകൊണ്ടാണ് ഈ കേസ് വരുന്നത് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുക, വിലങ്ങ് വെച്ച് കേരളത്തിലെ തെക്കുവടക്ക് നടത്തിക്കുക, ഇതാണ് ഉദ്ദേശം. നാണം കെടുത്തുക എന്നതാണ് ഉദ്ദേശം. കോൺഗ്രസിന് ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടായേക്കാം. ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും എടുത്തു കാണിക്കാനില്ല തൽക്കാലം. 10 വർഷം ഭരിച്ചിട്ട് അതൊന്നും ഭരണനേട്ടം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കോൺക്രീറ്റ് പെട്ടിക്കൂടുകൾ ഉണ്ടായി എന്നതല്ലാതെ, അതല്ലെങ്കിൽ കുറച്ച് നല്ല റോഡുകൾ ഉണ്ടായി, അതും വാസ്തവമാണ്. ഇത് രണ്ടും ശരി തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ 10 വർഷം കൊണ്ട് അമ്പേ പരാജയമാണ് എന്ന് പറയാം. കോൺക്രീറ്റ് പെട്ടിക്കൂടുകൾ ജനങ്ങളുടെ വിശപ്പടക്കില്ല എന്നത് തിരിച്ചറിഞ്ഞ ജനം എങ്ങനെയാണ് CPM-നെ പഞ്ഞിക്കിട്ടത് എന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് എല്ലാവർക്കും. ഏതായാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തുടരാൻ അനുവദിക്കില്ല. പാലക്കാട് ജനങ്ങളുടെ ഒരു പിന്തുണ, വലിയൊരു പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അതായത് പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീലമ്പടൻ. അങ്ങനെയുള്ള ഒരു സ്ത്രീലമ്പടന് ഇങ്ങനെയൊക്കെ ഒരു പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത്രയും വലിയൊരു ജനപിന്തുണ ഉണ്ടായി വരികയും അത് കേരളത്തിലെമ്പാടും അത് ബാധിക്കുകയും ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്ന ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും തിരിച്ചടിക്കുന്നതാണ് കണ്ടത്. പാലക്കാട് അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ളാറ്റ്, ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ കേസുകളൊന്നും മാത്രമല്ല, ഇനിയും ധാരാളം കേസുകൾ വരാനുണ്ട്. അത് ശരിയാണ്. കാരണം രണ്ടാമത്തെ കേസും കൂടി വന്ന നിലയ്ക്ക് ഇനി പീഡന കേസുകൾ കൊടുത്തിട്ട് കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനൊന്നും പറ്റൂല. ഇനി ഒരു പോക്സോ കേസ് ആയിക്കോട്ടെ. പോക്സോ കേസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അറസ്റ്റ് ചെയ്യുക, നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുക, റിമാൻഡ് ചെയ്യുക, പിന്നീടാണല്ലോ ജാമ്യം കാര്യങ്ങളും വരുന്നത്. അത് ഒരു 10-12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസത്തേക്ക് അയാൾ അവിടെ കിടന്നോളൂ. അല്ലെങ്കിൽ അത് ശക്തമായി വാദിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം, തെളിവുകൾ വെച്ച് വാദിക്കാൻ വേണം. സാധ്യത കുറവാണ്. കാരണം ഒരു MLA ഒരു പോക്സോ കേസിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങുമ്പോൾ അതിശക്തമായ തെളിവുകൾ കൃത്രിമമായി പടച്ചുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തോ അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷ കിട്ടി എന്ന് വേണം പറയാൻ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരാജയം, വൻ പരാജയം. 10 വർഷം ഈ കേരളം ഭരിച്ചിട്ടുള്ള, ഭരണ തുടർച്ച ലഭിച്ചിട്ടുള്ള ഒരു സർക്കാർ 10-ാം വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായി പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭരണം എത്ര കണ്ട് മെച്ചമായിരുന്നു എന്ന് തിരിച്ചറിയുമല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനിയൊരു പോക്സും കൂടെ ഇറക്കണ്ട എന്നൊരു തീരുമാനം വന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നാളെ നിർണായക ദിവസമാണ്. ജസ്റ്റിസ് K. ബാബുവിന്റെ മുന്നിൽ ഈ കേസ് വരുമ്പോൾ നാളെ ഈ കേസ് പരിഗണിക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രത്തോളം വിശദമായി വാദം കേൾക്കേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കാം. എന്നാൽ രണ്ടാമത്തെ കേസിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഹാജരായി ഒപ്പുവെക്കണം എന്നതാണ്. 10-നും 11-നും ഇടയിൽ. ഈ 10-നും 11-നും ഇടയിൽ എന്നത് കൃത്യമായി അവർ പാലിക്കുമോ എന്നാണ് കാണേണ്ടത്. അതായത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം വരികയും എന്നാൽ ഒപ്പിടുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുകയും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തില് 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് വന്നതിന് ശേഷം പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പോകാനും പറ്റൂല. അങ്ങനെയും ഉണ്ട്. അപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഒപ്പിടണം. അതായത് നാളെ തിങ്കളാഴ്ച വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചാണ് അതിന്റെ അന്വേഷണ ചുമതല ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂങ്കുഴലിയാണ് അതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ളത്, അന്വേഷണത്തിന്റെ നേതൃസ്ഥാനം വയ്ക്കുന്നത്. അവർക്ക് മുന്നാകെ നാളെ വന്ന് ഒപ്പിടാൻ വരണം. ഒപ്പിടുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, അതിൽ ജാമ്യത്തിൽ വിടണം എന്നും ഉത്തരവുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. മനസ്സിലാകുന്നത് ഇപ്പോ നേരിട്ടിട്ടുള്ള വമ്പൻ തോൽവി രാഹുൽ മാങ്കൂട്ടത്തിമാർ ഒരു പ്രധാന കാരണക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ ഒരു കോൺഗ്രസ്സുകാരനല്ലെങ്കിലും ഇപ്പോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് മനസ്സുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നും ജനമനസ്സുകളിൽ, അതായത് ഇത്തരത്തിൽ ആരോപിതനായ ഒരാളെ മാറ്റി നിർത്താൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
തങ്ങൾ അങ്ങനെയുള്ളവർ സംരക്ഷിക്കില്ല, CPM-ന്റെ നിലപാടല്ല തങ്ങളുടേത് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് VD സതീശന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ താൻ ഹസ്തദാനം ചെയ്യുമെന്നും ഒരു MLA എന്ന നിലയിൽ, പരിചയമുള്ള ഒരാളെന്ന നിലയിൽ സംസാരിച്ച് പിരിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരത്തെയുള്ള നിലപാട് അങ്ങനെയല്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനും കാര്യം മനസ്സിലായി, രാഹുൽ മാങ്കൂട്ടം എന്ന ശക്തനായ നേതാവിന്റെ, യുവാവിന്റെ സാന്നിധ്യം ഈ കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യമാണ് എന്ന്. പാലക്കാടത്തെ വിജയം അത്ര കണ്ട് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിജയശേഷം വിജയിച്ചവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളാണ് പിന്നീട് കാണുന്നത്. മാധ്യമങ്ങളുടെ കുത്തിയുള്ള ചോദ്യത്തിന് വളരെ പക്വതയും പാകതയും മാറുന്നിട്ടുള്ള മറുപടി പുതിയ ജയിച്ചു വന്നിട്ടുള്ള പ്രതിനിധികൾ പറയുന്നതും കേട്ടു. ഏതായാലും ഈ ഒരു ജനപിന്തുണ VD സതീശൻ അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തും എന്നതിന്റെ ഒരു സൂചനയായി അതിനെ കാണണം. നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ ചെല്ലുമ്പോൾ രാവിലെ 10-നും 11-നും ഇടയിലാണ് എന്നതുകൊണ്ട് കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവ് ആ സമയത്ത് വരില്ല. എന്തെങ്കിലും കുതന്ത്രം കൊണ്ട് സമയം നീളുമോ എന്നറിയില്ല. ഏതായാലും സാധ്യതയില്ല. അതായത് ഒരു അറസ്റ്റ്, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു അറസ്റ്റ് ചെയ്യുന്നത് നിലവിലുള്ള സാഹചര്യത്തെ കൂടുതൽ വഷളാക്കും എന്ന് CPM നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കണം ഒരു അറസ്റ്റ് തൽക്കാലം വേണ്ട എന്നവർ തീരുമാനിക്കുന്നതും. അതുപോലെ ഒരു പോക്സോ കേസ് അണിയറയിൽ, ആദ്യം ഒരു പീഡന കേസായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ആ പീഡന കേസിന് മൂന്നാമതും ഇറക്കിക്കഴിഞ്ഞാൽ, 2 പീഡന കേസ് വന്നത്, ആദ്യത്തേത് ഏകദേശം ഒക്കെ തീരുമാനമായി, രണ്ടാമത്തെ കേസ് തുടക്കത്തിലെ ചീറ്റി എന്ന നിലയിൽ നിൽക്കുന്ന അവസരത്തിൽ ഇനിയൊരു പീഡന കേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പോക്സോ കേസ് ഇരിക്കട്ടെ എന്ന് കരുതി പിന്നിൽ അത് സെറ്റാക്കി വന്നപ്പോഴാണ് ഈ വിജയം ഇങ്ങനെ UDF-ന് ലഭിക്കുന്നതും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മണ്ടക്കടി കിട്ടുന്നത്. നാളെ ആദ്യ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി കൂടുന്ന സമയത്ത് നാളെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരാകേണ്ട ദിവസം എന്നതുകൊണ്ട് തന്റെ കക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരായിട്ടുണ്ടെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഇപ്പോ അവർ അത് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല എന്ന്, നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ വാദിക്കാം. നോട്ടീസ് കൊടുക്കാത്തത് കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാനായി നോട്ടീസോ മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നും അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നും ഒക്കെ കോടതിയിൽ വാദിക്കാൻ പറ്റും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് നടത്തിച്ച് നാട്ടുകാരെ മുന്നിൽ നിർത്തി നാണം കെടുത്തി കോൺഗ്രസിനെ എതിരിടാം. അതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, വളർന്നു വരുന്നതെന്ന് പറഞ്ഞാൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു, ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനം, ഒരു നേതാവ്, അദ്ദേഹത്തെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടത്താമെന്നുള്ള ഒരു വ്യാമോഹമാണ് അണഞ്ഞു പോകുന്നത്. മാത്രമല്ല, ഈ ഒരു തിരിച്ചടി, വമ്പൻ തിരിച്ചടിയിൽ അത്തരത്തിലെങ്ങാനും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉള്ളതുകൂടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ അപമതിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും തുടർച്ചയായി പീഡന കേസുകൾ കുടുക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും അദ്ദേഹത്തിനുള്ള ജനപിന്തുണ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇതൊക്കെ CPM-ഉം അതുപോലെ മറ്റ് പാർട്ടി നേതൃത്വവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വകതിരിവോടെ ഈ കേസിൽ ഇനി ഇടപെടും, അല്ലെങ്കിൽ ക്ഷമാപൂർവം കാത്തിരുന്ന് ഇടപെടും എന്ന് തന്നെ നമുക്ക് കരുതാം. അതുകൊണ്ട് തൽക്കാലം കോടതിയിൽ നിന്നുള്ള നടപടികൾ മാത്രമായിരിക്കും രാഹുലിന് ഒരുപക്ഷെ ഭീഷണിയായിട്ട് നിലനിൽക്കുക. ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ CPM-ൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള ധൈര്യം നിലവിലെ സാഹചര്യത്തിൽ CPM-ന് ഇല്ല. Different angles. Don't forget to subscribe and support this channel.